ഡോക്യുമെൻ്ററി എന്ന് കേൾക്കുമ്പോൾ പലർക്കും കാണാൻ മടിയാണ്. അതിന് കാരണം നമ്മൾ കണ്ട് ശീലിച്ച ഡോക്യുമെൻ്ററികൾ തന്നെയാണ്. എന്നാൽ ഇന്നവ സിനിമകളെ വെല്ലുന്ന തരത്തിൽ മികവ് പുലർത്തുന്നു. സംടൈംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്ന പോലെ പല യഥാർത്ഥ കഥകളും സിനിമകളേക്കാൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന 5 ഡോക്യുമെൻ്ററികൾ പരിചയപ്പെടുത്താം. 2020 ഇറങ്ങിയ ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയാണ് അമേരിക്കൻ മർഡർ ദ ഫാമിലി നെക്സ്റ്റ് ഡോർ. അമേരിക്കയിലെ കൊളറാഡോയിൽ നടന്ന ഒരു കൂട്ടക്കൊലയാണ് ഇതിലെ കഥ. ഷാനൻ വാട്സ് എന്ന യുവതിയെ ഒരു സുഹൃത്ത് രാത്രി ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നാൽ പിറ്റേന്ന് മുതൽ അവരെ കാണാനില്ല. കൂടെ അവരുടെ 2 പെൺമക്കളെയും. നാട്ടുകാരും ഭർത്താവും സുഹൃത്തുക്കളും എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ശേഷം കൊളറാഡോ പോലീസ് കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഡോക്യുമെൻ്ററി. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഒറിജിനൽ വീഡിയോകളാണ്. CCTV, പോലീസ് ഓഫീസറുടെ ക്യാമറകൾ തുടങ്ങി സോഷ്യൽ മീഡിയ വീഡിയോകളടക്കം. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആവാം. 1.5 മണിക്കൂർ മാത്രമുള്ള ഈ ഡോക്യുമെൻ്ററി ഒരു യഥാർത്ഥ സംഭവത്തെ അതിൻ്റെ സീരിയസ്നെസ് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സിനിമാറ്റിക്കായി തന്നെ വരച്ചു കാട്ടുന്നു. അമേരിക്കയിലെ വളരെ കുപ്രസിദ്ധമായൊരു സംഭവമാണിത്. അതിനാൽ ഈ ഡോക്യുമെൻ്ററി കാണാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിൻ്റെ പേര് പോലും ഗൂഗിൾ ചെയ്ത് നോക്കരുത്. മൊത്തം സ്പോയിലേഴ്സാണ്. ദ ഫാർമസിസ്റ്റ്. പേര് പോലെ തന്നെ ഒരു ഫാർമസിസ്റ്റാണ് ഇതിലെ ഹീറോ. അയാളുടെ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണിത്. ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന ഡാൻ്റെ ജീവിതം മാറി മറിയുന്നത് തൻ്റെ മകൻ ഒരു രാത്രി വെടിയേറ്റ് മരിക്കുമ്പോഴാണ്. അതിൻ്റെ കാരണക്കാരെ തേടി ഡാൻ നടത്തുന്ന യാത്രയാണ് ഈ ഡോക്യുമെൻ്ററി. എന്നാൽ അവിടം കൊണ്ട് ഇത് തീരുന്നില്ല. ഈ യാത്ര വീണ്ടും ഒരുപാട് ചുരുളുകൾ അഴിക്കുന്നു. മൊത്തം അമേരിക്കയുടെ തന്നെ തലവര മാറ്റാൻ പോകുന്ന ഈ യാത്ര തീർച്ചയായും കാണേണ്ടത് തന്നെയാണ്. 4 എപ്പിസോഡുകളുള്ളൊരു മിനി സീരീസ് പോലെയാണ് ഈ ഡോക്യുമെൻ്ററി. നമുക്കറിയാത്ത ഒരു ഇരുണ്ട ലോകത്തെ ഇതിൽ കാണാം. പോലീസിനെയും ഗവൺമെൻറ്റിനെയും എന്തിന് കോടതിയെ അടക്കം നേരിടുന്ന ഒരു സാധാരണക്കാരൻ്റെ പ്രയത്നങ്ങളെക്കാൾ വലിയ ഹീറോയിസം എന്താണുള്ളത്? നരേഷനും ഡാൻ തന്നെ ഷൂട്ട് ചെയ്ത ഒരുപാട് വിഷ്വൽസും ചേർന്ന് ഒരു ഡ്രാമ സീരീസ് കാണുന്ന ഫീൽ ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി തരുന്നു. അത്ലീറ്റ് എ. 2015 അമേരിക്കയെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം നടന്നു. അമേരിക്കൻ നാഷണൽ ജിംനാസ്റ്റിക്സ് ടീമിലെ ഒരു പെൺകുട്ടി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, താൻ സെക്ഷൽ അസോൾട്ടിന് ഇരയായിട്ടുണ്ട് എന്ന്. അതും USA ജിംനാസ്റ്റിക്സ് അസോസിയേഷനിലെ ഒരു പ്രധാന വ്യക്തിക്ക് നേരെ. എന്നാൽ അവിടം കൊണ്ടൊന്നും പ്രശ്നം അവസാനിക്കുന്നില്ല. ഇതേ തുടർന്ന് ഇത്തരം കംപ്ലയിൻറ്റുമായി വന്നത് 500ഓളം പേരായിരുന്നു. അതിൽ പലരും അമേരിക്കയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിലടക്കം പങ്കെടുത്തവർ. ഇതെല്ലാം നടക്കുമ്പോൾ ഇവർക്ക് 18 വയസ്സ് പോലും ആയിട്ടില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. ആരാണ് ഇതിന് പിന്നിൽ? എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം തുടർന്നു പോന്നു? ഇരകളുടെ കുടുംബങ്ങളിൽ പോലും എന്തുകൊണ്ട് അറിഞ്ഞില്ല? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഡോക്യുമെൻ്ററി. സെക്ഷൽ അസോൾട്ടിൻ്റെ ഭീതിയും അത് ചെയ്യുന്നവർ നമുക്ക് പരിചയമുള്ളവർ ആകുമ്പോഴുള്ള നടുക്കവും പിന്നീട് അനുഭവിക്കുന്ന മെൻ്റൽ ട്രോമയും എല്ലാം സീരീസ് പങ്കുവെക്കുന്നു. പ്രധാനമായും കേസിൻ്റെ നാൾവഴികളാണിതിൽ. 1.5 മണിക്കൂർ മാത്രമുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുകയോ ഈ വാർത്തകൾ അറിയാനോ ശ്രമിക്കരുത്. ആരാണ് കുറ്റവാളി എന്നത് പബ്ലിക്കായ സത്യമാണെങ്കിലും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഡോണ്ട് ഫക്ക് വിത്ത് കാറ്റ്സ്, ഹണ്ടിങ് ആൻഡ് ഇൻ്റർനെറ്റ് കില്ലർ. നമ്മൾ ഒരു ദിവസം എത്ര നേരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നതിനൊരു കണക്കുമില്ല. അവിടെ നമുക്ക് പലതരം ആൾക്കാരെ കാണാം, നല്ലവരും ചീത്തവരും. അങ്ങനെ ഇൻ്റർനെറ്റിൽ കണ്ട ഒരു ചീത്ത ആളെ പിടിക്കാൻ ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുന്നു. അതിനവർക്ക് നിയമസഹായമൊന്നുമില്ല. പക്ഷേ ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇപ്പോൾ എന്തും ചെയ്യാം. അങ്ങനെ അവർ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതാണ് ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ കഥ. ഇതിൽ കൂടുതൽ എന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ ആസ്വാദനത്തെ ശരിക്കും ബാധിക്കും. ഒന്നും അറിയാതെ ഈ ഡോക്യുമെൻ്ററി കണ്ട ഞാൻ അനുഭവിച്ച എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. സെർച്ചിങ് മലയാളത്തിൽ ഈയിടെ ഇറങ്ങിയ സീ യു സൂൺ പോലെയുള്ള സിനിമകളുടെ ഒരു പാറ്റേണിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ ചാറ്റുകളൊക്കെയാണ് ഇതിലെ പ്രധാന വിഷസ്. ഒരു നിമിഷം പോലും ബോറടിക്കാതെ നമ്മളും ഈ അന്വേഷണത്തിൽ പങ്കാളിയാകുന്നുണ്ട്. 3 എപ്പിസോഡ് മാത്രമുള്ള ഒരു ഡോക്യുമെൻ്ററി സീരീസാണിത്. ക്ലൈമാക്സ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. സിനിമകളിൽ പോലും ഇങ്ങനെയൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കില്ല. ഒരു മസ്റ്റ് വാച്ച് ത്രില്ലറാണിത്. ഡിയർ സാക്കറി, എ ലെറ്റർ ടു എ സൺ എബൌട്ട് ഹിസ് ഫാദർ. ആൻഡ്രൂ എന്നൊരു ഡോക്ടർ ഒരു രാത്രി വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ശേഷം ആൻഡ്രൂവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ചെയ്തൊരു ഡോക്യുമെൻ്ററിയാണിത്. ഇത് ചെയ്തത് ആൻഡ്രൂ മരിക്കുമ്പോൾ കാമുകിയുടെ വയറ്റിൽ ഉണ്ടായിരുന്ന ആൻഡ്രൂവിൻ്റെ കുഞ്ഞ് സാക്കറിക്ക് അച്ഛൻ ആൻഡ്രൂവിനെ പരിചയപ്പെടുത്താനാണ്. അങ്ങനെയാണ് ഇതിൻ്റെ നരേഷൻ. ആൻഡ്രൂവിനെ കൊന്നതാരാണ്? വളരെ പാവമായ ആൻഡ്രൂവിനെ എന്തിനു കൊന്നു? ശേഷം സാക്കറിക്ക് എന്ത് സംഭവിക്കുന്നു? ആൻഡ്രൂവിൻ്റെ അച്ഛനും അമ്മയും ഇതെല്ലാം എങ്ങനെ നേരിടുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ 1.5 മണിക്കൂർ ഡോക്യുമെൻ്ററിയിൽ പറയുന്നു. അതിതീവ്രമായ ഒരു കഥയാണ് ഈ ഡോക്യുമെൻ്ററി കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ മേക്കർ കേർട്ട് ഒരുപാട് നാൾ നടത്തിയ യാത്രയുടെയും റിസർച്ചിൻ്റെയും ഫലമാണ് ഈ ഡോക്യുമെൻ്ററി. ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി തന്നെ നമ്മെ പിടിച്ചിരുത്തുന്നതാണ്. എപ്പോഴും ഒരു മിസ്റ്ററി മൂഡ് നിലനിർത്തുന്നു. അതെന്തിനാണ് എന്ന് ലാസ്റ്റ് മാത്രമേ മനസ്സിലാവൂ. ക്ലൈമാക്സിനെ ഹൃദയഭേദകം എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല.